ഇന്നൊരു അടിപൊളി ഒരു ഐറ്റം കണ്ടാലോ? അതെ, ചേന വെച്ചിട്ടൊരു അടിപൊളി റോസ്റ്റാണ്. ചേന വെച്ചിട്ട് നമ്മൾ ചേന തോരനും ചേന കറിയും മെഴുക്ക് പുരട്ടി അങ്ങനെ പല ഡിഷസ് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റോസ്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചേന ലവേഴ്സിന് ഇതെന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ചേന അധികം കട്ടിയില്ലാതെ കനം കുറച്ചൊന്ന് നമ്മൾ അരിഞ്ഞെടുക്കുക. അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ അത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടി നമ്മൾ ആദ്യം ഇത് എരിവില്ലാത്ത കാശ്മീരി പൗഡറാണ്. അപ്പം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പുളിവെള്ളം കൂടി ഒഴിക്കുക. കുറച്ച് പുളിവെള്ളം എന്ന് വെച്ചാൽ ഒരു ടേസ്റ്റിന് വേണ്ടി ഒഴിച്ച് നമ്മളിതൊന്ന് നന്നായിട്ട് ഈ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിതിൽ മസാലയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. ഈ ചേനയ്ക്കകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലയ്ക്ക് ഉപ്പ് ചേർക്കാം. പിന്നെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ഇങ്ങനെ മസാല ചെയ്ത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല, ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പം ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല നിങ്ങൾ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അതല്ല, ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് മസാല ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി അതിലേക്ക് നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം, അതുപോലെ തന്നെ പെരിഞ്ജീരകം, ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചിയില്ല കേട്ടോ, വെളുത്തുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ ഒരു സവാള, പിന്നെ ഉപ്പ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ അധികം പുളിയില്ലാത്ത 2 തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ പുളി ചേർത്തിട്ടുണ്ടായിരുന്നു ആ മസാലയ്ക്ക്. അതനുസരിച്ചിട്ട് വേണം തക്കാളി ചേർക്കാൻ. പിന്നെ എല്ലാ സ്പൈസസും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, അതുപോലെ തന്നെ ചിക്കൻ മസാല അത്രയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു തക്കാളിക്കയുടെയും അല്ലാതെ സ്പൈസസിൻ്റെയൊക്കെ അതൊരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം, ഞാൻ നമ്മുടെ മസാലയുടെ ആ ഒരു കഴുകിയ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് കുക്കായതിന് ശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ ഒരു ചേന കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി ഒന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ഉടച്ച് പൊടിക്കുകയും ചെയ്യരുത്. എന്നാൽ നന്നായിട്ടെല്ലാം ഒന്ന് ഉടച്ചുടച്ച് ഒരു ഇതാക്കി ഒന്ന് എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തിരുന്നാൽ മതി. അതെല്ലാം ഒട്ടും ടൈം ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ കുക്ക് ചെയ്ത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കുറച്ചൊരു ടേസ്റ്റ് ഒന്ന് വ്യത്യാസപ്പെടും, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളിതൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കണം. ഫ്രൈ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റിനും കുറച്ച് വ്യത്യാസമുണ്ട്. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് റോസ്റ്റൊക്കെ എല്ലാം ആയിക്കഴിഞ്ഞ് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പ് കുറച്ച് കരിവേപ്പിലയും അതുപോലെ തന്നെ കൊച്ചുള്ളി എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഇനിയുണ്ടെങ്കിൽ ഇനിയും ചേർക്കാം. അതല്ല, കൊച്ചുള്ളി ഇല്ലാത്തവരാണെങ്കിൽ സവാള കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അധികം ഉള്ളി ഇട്ടിട്ട് കുക്കാക്കരുത്. ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റി ഒരു 2 മിനിറ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ളി കടിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് ഉള്ളി ഇടുക. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഉള്ളി ഇടണം എന്നില്ല. പക്ഷെ ഉള്ളിയും കൂടെ ചേർത്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക. കൊച്ചുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ചേർക്കുക. അപ്പോൾ ഈ ഒരു റോസ്റ്റ് നിങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്